സ്ത്രീകളിലെ എല്ലിനുണ്ടാവുന്ന ബലക്ഷയം അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഓസ്റ്റിയോപെറോസിസ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ വരുൺ വേണു, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ, ആറ്റുകാൽ ദേവി ഹോസ്പിറ്റൽ. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഈ സ്ത്രീകൾക്ക്, അത് പൊതുവെ വീട്ടമ്മമാർക്കായിരുന്നാലും ഒരുപാട് ഈ പണിയെടുക്കുന്നവർക്ക് ഈ ബലക്ഷയം വരുന്നതിൻ്റെ, എല്ലിൻ്റെ ബലക്ഷയം വരുന്നത് തന്നെ അവർ ഒരുപാട് വീട്ടുജോലികൾ ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒത്തിരി നടക്കുന്നത് കൊണ്ടാണ് എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അങ്ങനെ തന്നെയാണോ ഈ ബലക്ഷയം ഉണ്ടാകുന്നത്? വളരെ നല്ല ചോദ്യമാണ്. നമുക്ക് സ്ഥിരമായിട്ട് ഒ പിയിൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ നമ്മൾ എക്സസൈസ് ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടല്ല, സ്ത്രീകൾക്ക് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവാൻ പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. മെയിനായിട്ടുള്ളത് ആർത്തവം നിൽക്കുന്നത് തന്നെയാണ്. അപ്പം ഒരു വർഷത്തോളം ആർത്തവം ഒരു സ്ത്രീക്ക് തുടർച്ചയായിട്ട് ഇല്ലാതിരിക്കുമ്പോഴത്തേക്കും നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത്. ആ മെനോപോസ് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് കുറയും. അപ്പോൾ ഈസ്ട്രജൻ കുറയുന്നതനുസരിച്ചിട്ട് എല്ലിന് ബലക്കുറവുണ്ടാവും. അത് ഒരു കാരണം. അപ്പം അങ്ങനെ ഈസ്ട്രജൻ കുറയുന്നതനുസരിച്ചിട്ട് ബലക്കുറവുണ്ടാകുന്നതാണ് ഒരു കാരണം. രണ്ടാമത് ഈ ഒരു പീക്ക് ബോൺ മാസ് എന്ന് പറയും. അതായത് ഒരു സ്ത്രീയുടെ ഏറ്റവും നല്ല പ്രായത്തിൽ ശരീരത്തിൽ എല്ലിന് ഏറ്റവും മാക്സിമം ബലമുള്ള സമയത്ത് പുരുഷനേക്കാൾ കുറച്ച് കുറവാണ്. പീക്ക് ബോൺ മാസ് പുരുഷൻ്റെ അത്ര എത്തില്ല. അപ്പോൾ അതിൽ നിന്നും കുറവായിട്ടായിരിക്കും പിന്നീട് ആർത്തവം നിൽക്കുമ്പോൾ. അപ്പോൾ മെനോപോസ് കഴിയുമ്പോൾ അതിൽ നിന്നും വളരെയധികം കുറഞ്ഞാണ് വരുന്നത്. അത് കണക്ക് പ്രകാരം ഓൾമോസ്റ്റ് ഒരു 10 to 15%, ആദ്യത്തെ ഒരു 5 മുതൽ 7 കൊല്ലം മെനോപോസ് നിന്നതിന് ശേഷം ഇത് പെട്ടെന്ന് കുറയുന്നു എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം ഈ ഓൾറെഡി പീക്ക് ബോൺ മാസ് കുറവാണ്, പിന്നെ ഈസ്ട്രജനും കൂടെ കുറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്ത്രീകളെ കൂടുതലായിട്ട്, പിന്നെ മിക്കവരുടെയും ഒരു ബോഡി വെയിറ്റ് ഒക്കെ കുറയുന്നതാണ്. ബോഡി വെയിറ്റ് കുറയുന്നതനുസരിച്ചിട്ടും എല്ലിനുള്ള ബലക്ഷയം ഉണ്ടാവാം. ഓക്കെ. അപ്പോൾ ഈ ഒരു എല്ലിൻ്റെ ബലക്ഷയം ഉണ്ടാവുന്നത്, അതായത് ഈ ഓസ്റ്റിയോപൊറോസിസ് വരുന്നത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പലപ്പോഴും പല ജോലികളിലും ഏർപ്പെടാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവർക്ക് നേരത്തെ ഇപ്പോൾ പറഞ്ഞു മെനോപോസ് വരുന്നതിന് മുൻപേ, അതായത് ബലം ഇച്ചിരി കുറവായിരിക്കും പുരുഷന്മാരിൽ നിന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാം? അതായത് ഈ ഒരു ബലക്ഷയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ നേരത്തെ? ആദ്യത്തെ കാര്യം അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകുന്നത് സാധാരണ ഒരു 55 വയസ്സിന് ശേഷം, ഇവിടുത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പ്രകാരം 65 വയസ്സിന് ശേഷമുള്ള എല്ലാ സ്ത്രീകൾക്കും ഡെക്സാ സ്കാൻ ചെയ്യണം എന്നാണ്. അതായത് നമുക്ക് വളരെ നേരത്തെ തന്നെ ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യുക, ബലക്കുറവ് കൂടുന്നതിന് മുമ്പ് അതിൻ്റേതായിട്ടുള്ള ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. 2, പോഷകാഹാരക്കുറവിൻ്റെ ആയിട്ടുള്ള പോഷകാഹാരം കുറയുന്നതനുസരിച്ചിട്ട് ബോഡി മാസ് കുറയുകയും, സാർക്കോപീനിയ, അതായത് ഇപ്പം മസിലുകൾക്ക് ബലം കുറയുക, ബാലൻസ് ഇല്ലാതെ വീഴുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിന്നെ കൂടുതലായിട്ട് ബാക്കി പൊട്ടലായിട്ടൊക്കെ ഉണ്ടാകുന്നത്. അപ്പം സാർക്കോപീനിയ ഒരു കാരണമാണ്. 3, ആവശ്യത്തിന് ഡയറ്ററി ഇൻടേക്ക് കുറയുക. അതായത് കാൽഷ്യം, വൈറ്റമിൻ ഡി ഒക്കെയാണ് നമ്മുടെ എല്ലിനുകൾക്ക് ബലം നൽകുന്നത്. അപ്പം നമ്മുടെ ഡയറ്റിൽ കാൽഷ്യം കുറയുക, വൈറ്റമിൻ ഡി ആവശ്യത്തിന് ഇല്ലാതിരിക്കുക എന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് വീണ്ടും മോശമാവും. അപ്പം നമുക്കത് നേരത്തെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഡയറ്റ് വളരെ അത്യാവശ്യമാണ്. പിന്നെ ആവശ്യത്തിന് എക്സസൈസ് പല തരത്തിലുണ്ട്. അതായത് ഹൈ ഇമ്പാക്റ്റ് ഉണ്ട്, ലോ ഇമ്പാക്റ്റ് ഉണ്ട്. ഒരു മുമ്പ് പൊട്ടൽ വന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് ഉള്ള ആളാണെങ്കിൽ ഹൈ ഇമ്പാക്റ്റ് എക്സസൈസുകൾ ഒന്നും പാടില്ല. ഹൈ ഇമ്പാക്റ്റ് എക്സസൈസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സ്കിപ്പിംഗ് പോലുള്ള സ്കിപ്പിംഗ്, ഈ റണ്ണിങ്, ജോഗിങ്, അപ്പം അങ്ങനത്തെ സ്ട്രെനുവസ് ആയിട്ടുള്ള ഹൈ ഇമ്പാക്റ്റ് എക്സസൈസുകളൊന്നും പാടില്ല. ലോ ഇമ്പാക്റ്റ് എക്സസൈസുകൾ മാത്രം. ലോ ഇമ്പാക്റ്റ് എക്സസൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഈ ലോ ഇമ്പാക്റ്റ് ആയിട്ടുള്ള എയറോബിക് എക്സസൈസസ്, പിന്നെ ലെവലായിട്ടുള്ളത്, സ്ട്രെയിറ്റ് ലെവലായിട്ടുള്ളിടത്തൂടെയുള്ള ബ്രിസ്ക് വാക്കിംഗ്, അതൊക്കെ ചെയ്യാം. പിന്നെ ചെറിയ തോതിലുള്ള സ്ക്വാട്സ്, ലഞ്ചസ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ വെയിറ്റ് ട്രെയിനിങ്, മോഡറേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. റെസിസ്റ്റൻസ് എക്സസൈസ്, ടെൻഷൻ ബാൻഡുകൾ കൊണ്ടുള്ള റെസിസ്റ്റൻസ് എക്സസൈസ് എല്ലാം മസിൽ ബലപ്പെടാൻ നല്ലതാണ്. അപ്പം എക്സസൈസ് തന്നെ നമ്മളൊരു മിതത്വം പാലിച്ച്, എന്നാൽ റുട്ടീനായിട്ട്
അപ്പം ഒരു സ്റ്റഡീസിലൊക്കെ പറയുന്നത് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും അരമണിക്കൂറുള്ള വർക്കൗട്ട് വേണം എന്നാണ് പറയുന്നത്. അത് മസിലിനെ ബലപ്പെടാനും എല്ലിനെ ബലപ്പെടാനും വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഈ എക്സസൈസ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന സ്ത്രീകൾ ഒത്തിരി ഉണ്ടാവും നമ്മുടെ വീട്ടിൽ. വീട്ടുജോലികൾ എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലത്തെ സ്ത്രീകൾ വീട്ടുജോലി ചെയ്തതുപോലെ ഇപ്പോൾ സ്ത്രീകളും ചെയ്യുന്നില്ല. നമുക്കിപ്പം വീട്ടുജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ അതൊരു എക്സസൈസോ അല്ലെങ്കിൽ അത് ശരിക്കും ശരീരത്തിൽ സ്ട്രെയിനാണ്. അപ്പം അതിനെ ഓവർകം ചെയ്യാനായിട്ട് മസിൽ ബലപ്പെടുത്തുക, എല്ല് ബലപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം അവിടെയാണ് എക്സസൈസിന് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സസൈസ് ചെയ്യാതിരിക്കുന്ന സ്ത്രീകളോട് തീർച്ചയായും അവർക്ക് ഇപ്പോഴത്തെ രീതിയിലുള്ള എക്സസൈസുകൾ തന്നെ ഫോളോ അപ്പ് ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഇത് ജിമ്മിലേക്ക് പോവുക, അല്ലെങ്കിൽ കൂടുതലും ഫിറ്റ്നസ് ട്രെയിനിങ് ആയിരിക്കും കൂടുതലും എല്ലാവരും പ്രിഫറബിൾ ആയിട്ട് നോക്കുന്നത് തന്നെയാണ്. അതല്ലാതെ യോഗയാണോ, എന്താണ് കൂടുതൽ ഡോക്ടർ ഓപ്റ്റ് ആയിട്ട് പറയുന്നത്? അതായത് നമുക്കിപ്പം ഫിറ്റ്നസ് ഇപ്പോൾ ആളുകൾ കുറച്ചും കൂടെ അവെയർ ആണ്. അതാണ് ഇത്രയും ഫിറ്റ്നസ് സെന്റേഴ്സും ആളുകൾ കുറച്ചും കൂടി ഇൻവോൾവ്, പണ്ടത്തേക്കാട്ടിയും കൂടുതൽ സ്ത്രീകളെ ഫിറ്റ്നസ് സെന്റേഴ്സിന് ഇപ്പം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ല കാര്യം. പക്ഷെ നമുക്കൊരു ഓസ്റ്റോപൊറോട്ടിക് ആയിട്ടില്ലെങ്കിൽ ഒരു പോസ്റ്റ് മെനോപോസൽ ഏജിലുള്ളൊരു സ്ത്രീ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോ ഇമ്പാക്ട് എക്സസൈസുകൾ ചെയ്യുന്നത് തന്നെയാണ് വളരെ നല്ലത്. അതെ, വെയിറ്റ് ട്രെയിനിങ് ഡെഫിനറ്റ്ലി വേണം. വെയിറ്റ് ട്രെയിനിങ് ആണെങ്കിൽ തന്നെയും ലോ റെസിസ്റ്റൻസ് എക്സസൈസുകളായിരിക്കും ചെയ്യുന്നത് നല്ലത്. നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഇമ്പാക്ട് എക്സസൈസുകളൊക്കെ ഒഴിവാക്കുക. യോഗ നല്ലതാണ്. അപ്പം യോഗ സ്ട്രെങ്തനിങ്ങും സ്ട്രെച്ചിങ്ങിനും ഒക്കെ നല്ലതാണ്. അതിനൊപ്പം തന്നെ ഈ തായ്ചി പോലെയുള്ള ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള എക്സസൈസുകളും വളരെ നല്ലതാണ്. അപ്പോൾ ലോ ഇമ്പാക്ട് എക്സസൈസിനോട് കുറച്ച് നമ്മൾ ബയസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, പ്രത്യേകിച്ച് ഓസ്റ്റോപൊറോട്ടിക് ആയിട്ടുള്ളവരൊക്കെ. ഈ ഓസ്റ്റോപൊറോസിസ് ബാധിച്ച ആൾക്കാർ എത്ര നാൾ ഇപ്പം മെഡിസിൻ എടുക്കണം എന്നുണ്ടെങ്കിലും എങ്ങനെയായിരിക്കും അവർ മെഡിസിൻ കഴിക്കേണ്ടതും, അതുമാത്രമല്ല എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്, ഇവർക്ക് എപ്പോഴായിരിക്കും ഈ ഒരു ഓസ്റ്റോപൊറോസിസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ട് ഡോക്ടറെ? വളരെ നല്ല ചോദ്യം. അതായത് നമ്മൾ മിക്കപ്പോഴും ഒരു ഓസ്റ്റോപൊറോസിസിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു സൈലന്റ് ഡിസീസാണ്. നിശബ്ദമായിട്ട് നമ്മുടെ ശരീരത്തിൽ പതുക്കെ അതിക്രമിച്ച് വരുന്ന നമ്മൾ പലരും അറിയുന്നില്ല. പലപ്പോഴും നമ്മൾ നടുവേദനയ്ക്കൊക്കെ ഒപിയിലെ രോഗികൾ വരുമ്പോൾ നമ്മൾ യാദൃശ്ചികമായ എക്സ്റേ എടുക്കുമ്പോഴാണ് അവർക്ക് കശേരുക്കളിൽ പൊട്ടലുണ്ടെന്ന് തിരിച്ചറിയുന്നത്. അപ്പം ഈ ഒരു സൈലന്റ് ഡിസീസാണ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടാവാൻ ഉള്ള കാരണം. അപ്പം ആ ഒരു സൈലന്റ് ഡിസീസിനെ നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ 65 വയസ്സ് കഴിഞ്ഞവർക്ക് ഡെക്സാ സ്കാൻ ചെയ്യുന്നതാണ്. അപ്പം ഡ്യൂവൽ എനർജി എക്സ്റേ അബ്സോർപ്ഷമെട്രി. അപ്പം ആ ഡെക്സാ സ്കാൻ ചെയ്യുന്നത് ഇത് നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ നല്ലതാണ്. അപ്പം WHO ഇതിൽ ഒരു -2.5 അതിൽ മേളിലായിട്ട്, അപ്പം ആ അത്രയും സ്റ്റാൻഡേർഡ് ഡീവിയേഷന് താഴെ നിൽക്കുന്നവർക്ക് ഓസ്റ്റോപോറോസിസ് ആണ്. അല്ലെങ്കിൽ -1 -2.5 ഡെക്സയിൽ ചെയ്യുമ്പോൾ ഒരു ഫ്രജിലിറ്റി ഫ്രാക്ചർ, എല്ലിന് ബലക്കുറവ് വന്നിട്ട് പൊട്ടുന്നതിനാണ് ഈ ഫ്രജിലിറ്റി ഫ്രാക്ചർ എന്ന് പറയുന്നത്. അങ്ങനെ ഫ്രജിലിറ്റി ഫ്രാക്ചർ ഉള്ളവർക്കും ഓസ്റ്റോപോറോസിസ് ആണ്. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഡിറ്റക്ട് ചെയ്യാം. അത് ചെയ്ത് അതിൻ്റെ ഓസ്റ്റോപോറോസിസ് ഉണ്ടെങ്കിൽ അതിനെ കണിശമായിട്ട് എന്തായാലും ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം. കാരണം ഇത് കൊണ്ടുള്ള ഒരു മോബിഡിറ്റി, ഇപ്പം ഭാവിയിൽ പൊട്ടുമ്പോൾ രോഗിക്ക് മാത്രമല്ല കൂട്ടിരിപ്പുകാർക്കും അതിൻ്റെതായിട്ടുള്ള ധനനഷ്ടവും ബുദ്ധിമുട്ടും വരുന്നുണ്ട്. അപ്പം അത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരു കണക്കിൽ 55 ഇയേഴ്സിന് മേളിൽ 1 മിനിറ്റിൽ 70 പേർക്ക് എല്ല് പൊട്ടുന്നു എന്നാണ്. ആ 1 മിനിറ്റിലാണ് 70. അത് ലോകത്താകമാനം 55 വയസ്സിന് മേളിലുള്ളവർക്ക് 70 പേർക്കാണ് ഈ എല്ല് പൊട്ടുന്നത്. അപ്പോൾ അത്രയും വ്യാപ്തിയാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത്രയും മോർട്ടാലിറ്റിയും നമുക്ക് ഡെഫിനറ്റ്ലി പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ട്രീറ്റ്മെന്റ് വെച്ച് ഡെഫിനറ്റ്ലി പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് ഇവർക്ക് നോർമൽ ലൈഫിലേക്ക് പോകാനും പറ്റും. ഡെഫിനറ്റ്ലി സർജറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരുന്ന കണ്ടീഷൻസ് വളരെ റെയർ ആയിട്ട് മാത്രം നമുക്ക് അങ്ങനെ പ്രിവെന്റീവ് ആയിട്ട് കശേരുക്കളിലൊക്കെ പൊട്ടലുണ്ടാകുമ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗുളികകളും ഇഞ്ചക്ഷനും കൊണ്ട് മാത്രം തന്നെ ഇതൊരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഒരു ഓസ്റ്റിയോപൊറോസിസ് സ്ത്രീകളിൽ വരുമ്പോൾ തന്നെ ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒന്ന് മുടങ്ങും. കാരണം ഒരു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് മാറുമ്പോഴത്തേക്കും അപ്പോൾ അവര് മാനസികമായി എങ്ങനെയായിരിക്കും ഈ ഒരു ഇതിലേക്ക് മാറ്റിക്കൊണ്ട് വരുന്നത് എങ്ങനെയായിരിക്കും? മാനസികമായെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തീരെ ഭയപ്പെടേണ്ട ഒരു അസുഖമല്ല. നമ്മൾ ജാഗ്രത വേണമെന്നേ ഉള്ളൂ. അതാണ് നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്യുക, അതിൻ്റെ പരിശോധനകൾ ചെയ്യുക, അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മളതിനെക്കുറിച്ച് തീരെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല.
അത് വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് പിന്നീട് അതിൻ്റെ ഒരു മോബിലിറ്റി ശരിക്കും ഉണ്ടാവുന്നത്. അപ്പം എല്ല് പൊട്ടുകയും അതിനനുസരിച്ചുള്ള ബലക്കുറവൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. ഓക്കെ. ഡോക്ടർ ഇനിയിപ്പോൾ ഒരു എക്സാമിൻ ചെയ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് ഒന്ന് നമുക്ക് കാണിച്ചു തരാൻ അതായത് ഇപ്പം പറ്റുന്നത്? നോർമലി എല്ലിൻ്റെ സാന്ദ്രത കുറയുക എന്നുള്ളതാണ് ഈ ഓസ്റ്റോപൊറോസിസ് എന്ന് പറയുന്നത്. നോർമലി ഒരു ബോണിനുണ്ടാകുന്ന ഡെൻസിറ്റി ഈ പഠനത്തിൽ നിന്ന് വ്യക്തമാണ്. ഇത് ട്രെബക്കുലർ ബോൺ എന്ന് പറയും, ഇത് കോർട്ടിക്കൽ ബോണാണ്. അപ്പോൾ ആ ട്രെബക്കുലർ ബോണിൻ്റെ ആ ബലക്കുറവ് പിന്നീട് അങ്ങോട്ട് ഓസ്റ്റോപൊറോസിസ് വരുമ്പോൾ എന്തുമാത്രം സാന്ദ്രത കുറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ ബലം കുറയുന്ന ആ ഒരു എല്ലിനാണ് നമ്മുടെ വെയിറ്റ് പോലും താങ്ങാൻ പറ്റാതെ ഫ്രാക്ചർ ഉണ്ടാവുന്നത്. വീഴ്ച വേണം എന്ന് തന്നെ ഇല്ല, ബോഡിയുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ തന്നെ അതിന് ഫ്രാക്ചർ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പല ടൈപ്പ് ഉണ്ട്. അത് പ്രായമായിട്ടുള്ളവർക്കും അല്ലാതെ 55 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് വരുന്ന പല ടൈപ്പിലുള്ള ഓസ്റ്റോപൊറോസിസ് ഉണ്ട്. അപ്പം പ്രൈമറി, സെക്കൻഡറി എന്നൊക്കെ പറയും. സെക്കൻഡറി മറ്റ് കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ് സെക്കൻഡറി ഓസ്റ്റോപൊറോസിസ്. അതായത് ഇപ്പം മറ്റ് അസുഖങ്ങൾ, ചിലർക്കിപ്പോൾ വാദത്തിൻ്റെ അസുഖം കൊണ്ടുണ്ടാവാം, ക്യാൻസറസ് ആയിട്ടുള്ള അസുഖങ്ങൾ കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ബലക്കുറവുണ്ടാകും. കിഡ്നിയുടെ അസുഖമുള്ളവർക്ക് അങ്ങനെ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ചിലർക്ക് ഇതുപോലെ ഓസ്റ്റോപൊറോസിസ് ഉണ്ട്. അപ്പം തൈറോക്സിൻ സ്ഥിരമായിട്ട് കഴിക്കുന്നവർ, ഫിറ്റ്സിൻ്റെ അസുഖമുള്ളവർ കഴിക്കുന്നത്, സ്റ്റിറോയിഡ് കഴിക്കുന്നവർക്കൊക്കെ ഇതുപോലെ ബലക്കുറവുണ്ടാകും. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ സാന്ദ്രത കുറയുമ്പോഴത്തേക്ക് എല്ല് പൊട്ടുന്നതാണ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ വരുൺ വേണു. എനിവേ താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്.